ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ബനാന ബോൾസ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള 1/4 കപ്പ് ചിരകിയ തേങ്ങ, പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ റവ, പിന്നെ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് 2 പാലും ഗീയും. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഈ ബനാന ബോൾസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. അത് മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ആ പഴം ഗീയിലിട്ട് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആ ബനാനയൊക്കെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, മൊത്തം ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് പാല് അതേമാതിരി തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. റവ നമുക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് തിക്നെസ് കുറവാണ്, ഒരു ബനാന ബോൾസ് ഉരുട്ടാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ റവ അങ്ങനെ കുറച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമുക്ക് ഉരുട്ടാൻ കിട്ടില്ല തോന്നിയതുകൊണ്ട് ഞാൻ മൊത്തം റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇനി അതൊന്ന് ആറുമ്പോൾ നമുക്ക് കയ്യിലേക്ക് ഇത്തിരി ഗീ തടവിയിട്ട് നമുക്ക് ആ ബോൾസ് ഉരുട്ടിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന മാതിരി കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ബോൾസും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ബനാനയും കൊണ്ട് 12 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ബോൾസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബനാനയുടെ അളവ് കൂട്ടിയാൽ മതി. നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ബനാനയുടെ ബോൾസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതവിടെ നമ്മുടെ ബനാന ബോൾസൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ബോൾസിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാം ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. ടാറ്റാ, ബൈ.